പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിലെ മിസ്റ്റർ മണി ഇൻ ദ ബാങ്കായ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ക്യാഷിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് ബ്രേവെറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ബാഡ് ന്യൂസ് ആണ്. അവസാനമായി പങ്കുവെക്കാനുള്ളത് റോക്കും WWE നിലവിൽ ആക്റ്റീവായിട്ടുള്ള റെസ്ലേഴ്സും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നത്തെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഡാമിൻ പ്രീസ്റ്റ് എന്ന നിലവിലെ മിസ്റ്റർ മണി ഇൻ ദ ബാങ്കിൻ്റെ ക്യാഷിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഡാമിൻ പ്രീസ്റ്റ് എന്ന് ക്യാഷിൻ ചെയ്യും എന്നുള്ളതാണ് നിലവിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡാമിൻ പ്രീസ്റ്റിൻ്റെ ക്യാഷിനെ സംബന്ധിച്ചുള്ള സ്റ്റോറിയിൽ നിന്നും നിലവിൽ സ്മാക്ക് ഡൗണിലോ റോയിലോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ജഡ്ജ്മെൻറ്റ് ഡേയിലെ ടീം ലീഡർ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡാമിൻ പ്രീസ്റ്റും ഫിൻ ബാലറും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരാണ്. ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ലൈൻ മാത്രമാണ് ഡാമിൻ പ്രീസ്റ്റ് നിലവിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബ്രീഫ് കേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള സ്റ്റോറി ലൈൻ തന്നെ നിലവിൽ സ്റ്റോപ്പ് ചെയ്ത മട്ടിലാണ് റോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഡാമിൻ പ്രീസ്റ്റ് തന്നെ ഒരു ഇൻ്റർവ്യൂയിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാഷിനെ സംബന്ധിച്ചുള്ള ഭാവിയെ സംബന്ധിച്ച് കൃത്യമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പ്രീസ്റ്റ് പറയുന്നത് കുറച്ച് റെസ്ലിംഗ് ആരാധകർ വിചാരിച്ചിരിക്കുന്നത് ഈ വരുന്ന റെസ്ലിമീനിയ 40 ഈ ഒരു മണി ഇൻ ദ ബാങ്കിൻ്റെ കാലാവധി കഴിയും എന്നാണ്. എന്നാൽ റെസ്ലിമീനിയ 40 ഇതിൻ്റെ കാലാവധി കഴിയില്ല. അടുത്ത മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റ് വരെ തൻ്റെ കയ്യിൽ ഈ ഒരു ബ്രീഫ് കേഴ്സ് വെക്കാൻ തനിക്ക് സാധിക്കും. എന്നാൽ അതിനിടയിൽ തന്നെ താൻ സക്സസ്ഫുള്ളായി ക്യാഷിൻ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും വായ അടപ്പിക്കുമെന്നുള്ളതാണ് ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത്. ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ഡാമിൻ പ്രീസ്റ്റ് ക്യാഷിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് പ്രീസ്റ്റ് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സക്സസ്ഫുൾ ക്യാഷിനായിരിക്കും താൻ നടത്തുക എന്നുള്ളതും ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്. റെസ്ൽമേനിയയിൽ ഡാമിൻ പ്രീസ്റ്റ് ക്യാഷിൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റൂമേഴ്സും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ക്യാഷിൻ ചെയ്യാനുള്ള ഡാമിൻ പ്രീസ്റ്റിൻ്റെ ആഗ്രഹത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഭാവിയിൽ എന്തൊക്കെ സ്റ്റോറി ലൈൻ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE എക്കാലത്തെ മികച്ച താരമായ നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ ബ്രേവെറ്റിനെ സംബന്ധിച്ചാണ്. 2024 ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റിയായി ബ്രേവെറ്റിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്. ഇതുവരെ WWE ഔദ്യോഗികമായി പുറത്തുവിട്ട ലിസ്റ്റിൽ ബ്രേവെറ്റിൻ്റെ പേര് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇനി വരാൻ സാധ്യതയുള്ള ലിസ്റ്റിലും വയറ്റിൻ്റെ പേര് ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു. പക്ഷേ അത് ഉണ്ടായിരിക്കാൻ സാധ്യത ഇല്ലെന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ബ്രേവെറ്റിനെ സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ പങ്കുവെക്കാം. അവസാനത്തെ അപ്ഡേറ്റ് ദി റോക്കിനെ സംബന്ധിച്ചുള്ളതാണ്. റോക്കിൻ്റെ WWE തിരിച്ചുവരവ് റേറ്റിംഗ്സ് നല്ലതുപോലെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ലൈനിൽ വലിയൊരു ശ്രദ്ധ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദി റോക്കും കൂടി റെസ്ൽമേനിയയുടെ ഭാഗമാകുമ്പോൾ ബിഗസ്റ്റ് റെസ്ൽമേനിയ മാച്ച് കാർഡ് എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു വർഷത്തെ റെസ്ൽമേനിയയിലേക്ക് ഭയങ്കര ബിൽഡപ്പും കിട്ടുന്നുണ്ട്. എന്നാൽ റോക്കിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ച് ബാക്ക് സ്റ്റേജിൽ നിലവിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, ദി റോക്കിൻ്റെ പ്രൊമോ സെഗ്മെൻറ്റിൽ റോക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ അത് PG കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റെസ്ലേഴ്സിന് ഇടയിൽ ചില ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതും അവരുടെ അതൃപ്തി മാനേജ്മെൻറ്റിനെ അറിയിച്ചു എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റോക്ക് അദ്ദേഹത്തിൻ്റെ ടെലിവിഷനിലെ പ്രൊമോ സെഗ്മെൻറ്റിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ വീഡിയോസിലും WWE സ്റ്റോറി ലൈനെ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഈ ഒരു PG എറ കാലഘട്ടത്തിന് അനുസരിച്ചുള്ളതല്ല എന്നുള്ളതും അത് പണ്ടത്തെ TV14 ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ച വാക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ടും ദി റോക്കിനെതിരെ ഒരു പറ്റം WWE സൂപ്പർ സ്റ്റാർസ് ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ WWE സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു റൂൾസ് എന്ന് പറയുന്നത് ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും റെസ്ലേഴ്സ് PG എറ കാലഘട്ടത്തിൽ എന്തൊക്കെ റൂൾസാണോ പാലിക്കേണ്ടത് അത് പാലിച്ച് മാത്രമേ സ്റ്റോറി ലൈൻ്റെ ഭാഗം ആകാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. എന്നാൽ റോക്കിൻ്റെ കാര്യത്തിൽ അവരൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം റോക്ക് വെറുമൊരു റെസ്ലർ അല്ല, ഹോളിവുഡിൽ നിന്നുള്ള ഒരു സൂപ്പർ സ്റ്റാറാണ്. കൂടാതെ TKO എന്ന് പറയുന്ന WWE പേരൻറ്റ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഒരു അംഗമാണ്. അപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ റോക്കിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വ്യത്യാസങ്ങൾ റോക്കിന് മാത്രം എന്തുകൊണ്ട് കൊടുക്കുന്നു, ഞങ്ങളും സ്റ്റോറി ലൈൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു പറ്റം സൂപ്പർ സ്റ്റാർസ് ഇപ്പോൾ റോക്കിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിനെതിരെ ഇപ്പോൾ WWE പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. റോക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷേ ഇതിന് എതിരെ റോക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് ഇപ്പോൾ WWE ടെലിവിഷൻ ഷോസ് ടെലികാസ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക്സിനും പിന്നെ കുറച്ച് പേർക്കും തൻ്റെ ലാംഗ്വേജ് ഒരു
പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മറ്റൊരു സൈഡിലൂടെ നോക്കിയാൽ മികച്ചതാണെന്നുള്ളതും റോക്ക് ന്യായീകരിച്ച് സ്വയം പറയുന്നുണ്ട്. എന്തായാലും റോക്കിൻ്റെ ഈ ഒരു ക്യാരക്ടർ ആരാധകർക്കിടയിൽ വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. റോക്കി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ കൂടുതൽ ശ്രദ്ധ സ്റ്റോറി ലൈന് കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റ് റെസ്ലേഴ്സിനും ഇതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കണമെന്നാണ് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിലെന്തായാലും WWE ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് കാര്യം അപ്ഡേറ്റ് വരാനുള്ള ഒരു സാധ്യതയില്ല. റോക്ക് ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായി ഈ ഒരു ഭാഗങ്ങളെല്ലാം അവസാനിപ്പിച്ചു പോയാൽ പിന്നെ പഴയ പോലെ PG എറ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് മാത്രമായിരിക്കും സെഗ്മെൻറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും റോക്കിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ റോക്കിനെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.